ഹലോ, വിശ്വപ്രസിദ്ധിയുടെ ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിൽ നമുക്ക് വളരെ വിശിഷ്ടമായ ഒരു ഗസ്റ്റാണ് ഉള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട പാപ്പച്ചൻ ചേട്ടനാണ്. പാപ്പച്ചേട്ടനെ കുറിച്ച് പറയുവാണെങ്കിൽ, പാപ്പച്ചൻ ചേട്ടൻ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ പാറി നടക്കുന്ന പാപ്പച്ചൻ ചേട്ടനെയാണ് കാണുന്നത്. അദ്ദേഹം രാവിലെ മുതൽ പത്രമിടുകയാണ്. ഇപ്പോൾ ഈ 74-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുകയാണ്. ഞാൻ ശുശ്രൂഷ എന്ന് പറയാൻ കാരണം അത് വളരെ ഉദാത്തമായിട്ട് പാപ്പച്ചൻ ചേട്ടൻ ചെയ്യുകയായിരുന്നു, ഒരു കുഴപ്പവും വരാതെ ഇത്രയും വർഷങ്ങൾക്കിടയിൽ. അപ്പോൾ നമുക്ക് പാപ്പച്ചനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് തുടങ്ങിയത്, എന്തൊക്കെയാണ് പാപ്പച്ചേട്ടൻ്റെ അനുഭവങ്ങൾ. അപ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ പാപ്പച്ചേട്ടാ, അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ കാണുന്നതാണ്. ഞാനുണ്ടായ കാലം തൊട്ട് പാപ്പച്ചേട്ടൻ കാണുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് ഒത്തിരി കാലം മുമ്പ് ഇത് ചെയ്യുന്നുണ്ട്, പത്രം ഒത്തിരി വീടുകളിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്നാണ് പാപ്പച്ചേട്ടൻ തുടങ്ങിയത്? എത്രാമത്തെ വയസ്സിലാണ് തുടങ്ങിയത്? 15-ാമത്തെ വയസ്സിൽ തുടങ്ങി. അപ്പോൾ അന്ന് എത്ര പത്രങ്ങളാണ് ഉണ്ടായിരുന്നത്? കുറച്ച് പത്രവും 50-55 പത്രം ഉണ്ടായിരുന്നു. അല്ല, പത്രങ്ങളുടെ എണ്ണമാണെങ്കിലും മനോരമയും പത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അതിന് മാറ്റമില്ല. ഇല്ല, ഇപ്പോഴും ആൾക്കാർ പത്രം വായിക്കുന്നുണ്ടോ? 500 പത്രം വരെ ആയിരുന്നു. അപ്പൊ അത് വെട്ടിക്കുറച്ചു. നമുക്ക് നമ്മുടെ ആരോഗ്യം കാണും. ഇപ്പൊ 150 ഉള്ളൂ. എന്നാലും ഇപ്പൊ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാവിലെ 2 മണിക്ക്. 2 മണി മുതൽ എത്ര മണി വരെ ഇത് തുടരുന്നുണ്ട്? 2 മണി മുതൽ തുടങ്ങി 2:30 തുടങ്ങി കഴിഞ്ഞാൽ ഒരു 6:45 വരെ. പണ്ട് എത്ര മണി 500 പത്ത് രൂപ ഉണ്ടായിരുന്നപ്പോൾ എത്ര മണി വരെ പോകുമായിരുന്നു? അന്ന് ഒരു 10 മണി വരെ പോകും. 10 മണി വരെ പോകും. എന്നാലും നമുക്കൊരു തളർച്ച നമ്മൾ അന്ന് മൊത്തം നടപ്പില്ലായിരുന്നു. അതെ. അത് ഇതിനിടയ്ക്ക് എപ്പോഴും വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തായിരുന്നു നമ്മൾ ഉപയോഗിക്കാൻ? അറിയത്തില്ല, അതുകൊണ്ടാണ്. പക്ഷെ നടപ്പ് നമ്മളെ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നാ പറയുന്നത്, നമുക്ക് ചിന്തിക്കുന്നത്. ഓക്കെ. അപ്പം സൗകര്യത്തിൽ 2 മണി തൊട്ട് 10 മണി വരെ ഒരു 8 മണിക്കൂർ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തിനും നമ്മൾ ഊർജ്ജമായിട്ട് പോവാണ്. പിന്നെ അപ്പോൾ ഇതിനിടയ്ക്ക് പാപ്പച്ചേട്ടനെ തേടിയെത്തി അംഗീകാരങ്ങളെ കുറിച്ചൊന്ന് പറയാം. അംഗീകാരങ്ങൾ മനോരമയും ടി.വി. മാതൃഭൂമിയും അവാർഡ് തന്നിട്ടുണ്ട്. എന്തിൻ്റെ അവാർഡായിരുന്നു അത്? ഇങ്ങനെ ഏജന്റിനുള്ള ഏറ്റവും ഈ രാജ്യപ്പെട്ട ഏറ്റവും കൂടുതൽ സർവീസ് ഉള്ള ഏജന്റ് എന്നുള്ള രീതിയിൽ. അപ്പം ഇതൊരു ശുശ്രൂഷയാണെന്ന് പറഞ്ഞാൽ പാപ്പച്ചേട്ടനാണ് സമ്മതിക്കും. ഇതൊരു നമുക്ക് ഒത്തിരി പേർക്ക് നമ്മൾ പ്രതീക്ഷ ആരും അധികം പേര് മുൻപോട്ടും വരുന്നില്ല ഇത് ചെയ്യാനും. ഇല്ല. അപ്പോൾ അതൊരു ശുശ്രൂഷയാണ് എന്ന് പറയാം. പിന്നെ നമ്മൾ ചെറുപ്പത്തോട് നമ്മൾ ഈ പാപ്പച്ചേട്ടൻ വരുമ്പോൾ ഒരു പ്രതീക്ഷ, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഓർമ്മ അന്ന് ഇതിൽ കൂടെ പത്രം മാത്രമല്ല, അന്ന് ബാലരമയുണ്ട്. നമ്മൾ ബാലരമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ കുട്ടികളുണ്ട്, യുവജനങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും ഇത് ചെയ്യാൻ പാപ്പച്ചേട്ടന് സാധിക്കുന്നുണ്ടായിരുന്നു. അല്ല, അപ്പോൾ ആരെയും ഗർവിച്ചിട്ടില്ല, ആരോടും നോ പറഞ്ഞിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ പറയും, മഴയത്തും വെയിലത്തും ഏത് കാലാവസ്ഥയാണെങ്കിലും നമ്മളത് ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്ട്രാ ചെയ്യാനുള്ള മനസ്സാണ് അല്ലേ നമ്മുടെ ലാഭം മാത്രമല്ല നോക്കിയത്, പൊതുജന സേവനം എന്നുള്ള നിലയിൽ അവർ പൈസ നമ്മൾ മേടിക്കുന്നത്, അതിന് ജോലി ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അതിനപ്പുറം ഇല്ലെങ്കിൽ ഇത് കൂടുതലൊന്നും ആരും ചെയ്യുന്നത്. എല്ലാവരും ഗേറ്റേ കൊണ്ട് മണ്ണി കൊണ്ടിടുക, നമ്മളത് ചെയ്യില്ല. നമ്മൾ അതിനപ്പുറം പോവാണ്. അച്ഛന് വരെ 13 തോന്നിട്ടും പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു നമുക്ക് എല്ലാവരും എടുത്തു പറയുന്ന 65 കൊല്ലമായി. 65 കൊല്ലം അല്ലേ? ഓക്കെ. അപ്പം ഇപ്പം നമ്മൾ വിരമിക്കുമ്പോൾ ഇപ്പം എന്താണ് തോന്നുന്നത്? നമ്മൾ ആരോഗ്യം ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, മുട്ടിന് വേദന. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അത് നടക്കരുത്. തീർച്ചയായും. അപ്പോൾ നമ്മൾ സത്യത്തിൽ ഇപ്പം ഈ 60 വർഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ പാപ്പച്ചേട്ടൻ മൊത്തത്തിൽ എന്താണ് തോന്നുന്നത് ഈ സമരത്തെ പറ്റി? ഇതുകൊണ്ടാണ് ജീവിച്ചത്. നേട്ടങ്ങൾ മാത്രം ഉണ്ടായിട്ടുള്ളൂ, കോട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ പോകുന്നു. ഇപ്പം ഇനിയിപ്പോൾ ഈ ജോലി ഇതിലേക്ക് കടന്നു വരുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? പിള്ളേർ കടന്നു വരുന്നു, യുവാക്കൾ കടന്നു വരുന്നു, നേരെ ജോലി ചെയ്യണം. വായനക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പത്രം ഇട്ടു കൊടുക്കണം. പരമാവധി അവർ നല്ല അഭിപ്രായം നമ്മൾ സ്വീകരിക്കണം. വലിച്ചെറിയുകയും മഴത്തുള്ളിടുകയും അങ്ങനെ ചെയ്യാതെ നല്ല രീതിയിൽ ഇടുകയാണെങ്കിൽ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ നേരത്തെ എഴുന്നേക്കും വീട്ടുകാർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടോ? 2 മണിക്ക് ശകലം കടിയാക്കാൻ ഇത് തരണമല്ലോ. അപ്പോൾ നമ്മളൊപ്പം വീട്ടുകാർ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അല്ലേ? അവരുടെ സപ്പോർട്ട് ഇല്ലാതില്ല. അപ്പോൾ എത്ര മണിക്ക് കിടക്കും? ഞാൻ 9 മണിക്ക് കിടക്കും. 9 മണിക്ക്. ഉച്ചയ്ക്ക് ഉറങ്ങുമോ? ഉച്ചയ്ക്ക് ചെറിയ ദിവസങ്ങൾ ഉറങ്ങും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് എഴുന്നേക്കാൻ പാടാം. പക്ഷേ ഏതെങ്കിലും ദിവസം നമ്മൾ താമസിച്ച് എഴുന്നേറ്റിൻ്റെ പേരിൽ ഈ
ശുശ്രൂഷ മുടങ്ങിയിട്ടുണ്ട്? ഒന്നുമില്ല, ഒരിക്കലും ഒരിക്കലും നമ്മൾ എഴുന്നേറ്റില്ലെങ്കിലും ചേച്ചി അങ്ങനെ ചേച്ചി വിളിക്കേണ്ടി വന്നിട്ടുണ്ടോ? എല്ലാം വിളിക്കും, ഞങ്ങൾ അറിയും, അത്ര ഉത്തരവാദിത്വമാണ്. ഇതുകൊണ്ടാ ജീവിക്കുന്നത്. നമ്മുടെ വരുമാന മാർഗം ഇതാ. അതെ, അപ്പോൾ നമ്മൾ അതിനെ നമ്മൾ ആ രീതിയിലാണ് അത് ബഹുമാനത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം പിടിച്ചു നിന്നത്. അതെ അതെ. ഇതിനിടയ്ക്ക് ചേട്ടൻ്റെ ഇതിൽ വരുന്നില്ല, ഇതിൽ ചോദിക്കുകയാണ്, പത്രങ്ങളുടെ ശൈലിയിൽ മാറ്റം വന്നിട്ടുണ്ടോ? പത്രം വായിക്കുന്ന ആളെന്ന രീതിയിൽ താല്പര്യമുണ്ട്. അത് എന്തുകൊണ്ട് എപ്പോഴും പത്രം ആൾക്കാരെ പിടിച്ചു ഈ ഒത്തിരി ടി വി വന്നു, ചാനലുകൾ വന്നു, എപ്പോഴും പത്രം ഇത്ര ശക്തിപ്പെടാൻ കാരണം എന്താണ്? വായനയോടുള്ള താല്പര്യം. അതെ, വായന മരിക്കുന്നില്ല അല്ലേ? മരിക്കുന്നില്ല. ഈ കാരണന്മാർക്കൊന്നും ടി വി ഇഷ്ടമല്ല. അപ്പോൾ ഇനി ഒരു പത്രം കുറയുന്നില്ല, പത്രം കൂടുതൽ പുതിയ വന്നുകൊണ്ടിരിക്കും. ആൾക്കാർക്ക് താല്പര്യമാണ്. അപ്പൊ പുതിയ വീടുകൾ ഉണ്ടാകുന്നില്ലേ? എണ്ണം കൂടി വരും. അപ്പോൾ പാലാടിലെ ഈ കൊണ്ടുവരുന്ന മനുഷ്യരെ കുറിച്ച് എന്താണ് പറയുന്നത്? എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരാണ്, നമ്മളെല്ലാവരും സഹകരിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പവുമില്ല. അവരുടെ പിൻബലം കൊണ്ടാണല്ലോ ഇത്രയും കാലം ഞാൻ നിലനിന്നത്. ഈ നാട്ടിൽ ജനിച്ചത് ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അരുദ്രപ്പള്ളി ഏരിയയാണ് എൻ്റെ വീട്. പാതാടിയാണ്, അറിയാലോ, കുരിശിൻ്റെ മുകളിൽ. ഇപ്പം കൊണ്ടൂരാണ്, ഇപ്പം ഇത് കൊണ്ടൂരാണ് താമസിക്കുന്നത്. ഒരു കുഴപ്പമില്ല. അരുദ്ര ഏരിയയിൽ വലിയ സഹായം എനിക്കുണ്ട്. ഉണ്ട്. വലിയ മണ്ണിൽ ഇത്രയും കാലം ശുശ്രൂഷ ഞാൻ പറ്റിയത് വലിയൊരു ഭാഗ്യവും ഇനി മുന്നോട്ട് അവസാനം വരെ ഇവിടെ കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പാപ്പച്ചനെ കുറിച്ച് പറയാനുള്ളത്, എപ്പോഴും ഊർജ്ജസ്വലമായിട്ട് പറന്ന് നടക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പ്രായം ഞാൻ പണ്ട് കാണുമ്പോഴും ഇതുപോലെ തന്നെയാണ്, ഇപ്പോഴും ഇതുപോലെ തന്നെയാണ്, 30 വർഷം മുമ്പ് ഇങ്ങനെ തന്നെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് ജോലി ചെയ്താലും അതിൽ അഭിമാനം ഉണ്ടാവണം, അത് നന്നായിട്ട് ചെയ്യണം, മറ്റുള്ളവർക്ക് പാഠമായിരിക്കണം. പാപ്പച്ചേട്ടൻ അത് സാധിച്ചു. ഇനിയും പാപ്പച്ചേട്ടൻ്റെയും ജീവിതത്തിൽ കുടുംബങ്ങൾക്കെല്ലാം ഒത്തിരി അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു അംഗമാണ് ഇദ്ദേഹം, നമ്മുടെ കൂടെയാണ് പാപ്പച്ചേട്ടന്. ഈ ശുശ്രൂഷയിൽ വിരമിക്കുമ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. വലിയച്ഛൻ്റെ അനുഗ്രഹം ഈശോയിലൂടെ എപ്പോഴും ഉണ്ടാവട്ടെ. താങ്ക് യു.